ഹായ് സ്റ്റുഡൻസ്, നമ്മൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിലെ ആ ചാപ്റ്ററിലെ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് ആൻഡ് വൈ entered into a partnership contributing 70,000 and 60,000 respectively. എക്സ് ആൻഡ് വൈ രണ്ട് പാർട്ട്നേഴ്സാണ്. എക്സ് ആൻഡ് വൈ അവർ ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പാർട്ട്ണർഷിപ്പിൽ അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 70,000 ആൻഡ് 60,000 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ എക്സ് എന്ന് പറയുന്ന പാർട്ട്ണറുടെ കോൺട്രിബ്യൂഷൻ 70,000ഉം വൈ എന്ന് പറയുന്ന പാർട്ട്ണറുടെ കോൺട്രിബ്യൂഷൻ 60,000ഉം ആണ്. അതാണ് അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പാർട്ട്നേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും, അതായത് രണ്ട് പാർട്ട്നേഴ്സിൻ്റെയും ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഈ 70,000ഉം 60,000ഉം കാണിക്കുക. ദേ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. എക്സ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹3,000 per annum. അപ്പോൾ ഒരു വർഷത്തേക്ക് എക്സിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 3,000 ആണ്. അപ്പോൾ ആ 3,000 എക്സിൻ്റെ സാലറിയാണ്. അപ്പോൾ അത് നമ്മൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാലറി എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക, അത് 3,000 കാണിക്കുക. വൈക്ക് സാലറി പറയുന്നില്ല, അപ്പോൾ വൈയുടെ സാലറി നമ്മൾ കാണിക്കേണ്ട, എക്സിന് മാത്രമേ സാലറി ഉള്ളൂ. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 8%. അപ്പോൾ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അപ്പോൾ അത് തന്നിരിക്കുന്നത് 8% ആണ്. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 70,000ഉം 60,000ഉം ആണ്. അപ്പോൾ ഇതിൻ്റെ 8% ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. Drawings of X and Y for the year ending 31st December 2014 were 4,000 and 3,000 respectively. ഇപ്പോൾ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഡ്രോയിങ്സ് 4,000, എക്സിൻ്റെ കോളത്തിൽ 4,000ഉം വൈയുടെ കോളത്തിൽ 3,000ഉം കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, എക്സിൻ്റെ ₹340 ആൻഡ് വൈ ₹270 is to be charged. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് എക്സ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ 24,000. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്നത് 24,000 ആണ്. അപ്പോൾ ഈ 24,000 ആണ് നമ്മൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. ഓരോ പാർട്ട്നേഴ്സിൻ്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. അപ്പോൾ ഈ ബാലൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. ഈ 24,000 നമ്മൾ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണിക്കുന്നത്. അപ്പോൾ 24,000 ആണ് പ്രോഫിറ്റ്, അത് 2:1 ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് അസ്യൂമിങ് ദാറ്റ് ദേ മെയിൻറ്റെയിൻ അക്കോർഡിംഗ് ടു ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരുടെ അക്കൗണ്ട്സ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അത് കഴിഞ്ഞ് കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിൽ ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ തന്നിട്ടുള്ളൂ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പെർമനൻറ്റ് വിഡ്രോവൽ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഈ ഒരു ബാലൻസ് ആയിരിക്കും കാണുന്നത്, 60,000ഉം 70,000ഉം. അപ്പോൾ ആദ്യം നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫോമാറ്റ് വരയ്ക്കുക. ഫോമാറ്റിൽ പർട്ടിക്കുലേഴ്സ് 2 എമൗണ്ട് കോളം കൊടുക്കുക, എക്സിനും വൈക്കും, അതായത് ഓരോ പാർട്ട്നേഴ്സിൻ്റെയും എമൗണ്ട് കോളം രണ്ട് സൈഡിലും കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ അവരുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ അത് ബ്രോഡ് ഡൗൺ ചെയ്യുക. ബാലൻസ് ബ്രോഡ് ഡൗൺ, എക്സിൻ്റെ 70,000ഉം വൈയുടെ 60,000ഉം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അഡീഷണൽ ക്യാപിറ്റൽ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ പെർമനൻറ്റ് വിഡ്രോവൽസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഐറ്റംസ് ഒന്നും നമുക്ക് കാണിക്കാനില്ല. ബ്രോഡ് ഡൗൺ ചെയ്ത് തന്നെ ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ചെയ്യുക. 70,000ഉം 60,000ഉം അത് ടോട്ടൽ ചെയ്യുക. എന്നിട്ടത്
നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കറണ്ട് അക്കൗണ്ട് ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. കറണ്ട് അക്കൗണ്ട് ആദ്യം നമ്മൾ ഫോർമാറ്റ് വരയ്ക്കുക. കറണ്ട് അക്കൗണ്ട് ഹെഡിങ് കൊടുക്കുക, ഫോർമാറ്റ് വരയ്ക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കുക. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, അവരുടെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, ക്യാപിറ്റൽ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. പിന്നെ തന്നിരിക്കുന്നത് ദേ ഡിസൈഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 2:1. ഓക്കെ, അപ്പോൾ അത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്, നമുക്ക് ലാസ്റ്റാണ് അത് ചെയ്യേണ്ടത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. എക്സ് വാസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹3,000 per annum. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ സാലറിയാണ്. അപ്പോൾ അത് നമ്മൾ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്, എക്സിൻ്റെ, അതായത് ഒരു പാർട്ട്ണറുടെ സാലറി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, നമുക്ക് കറണ്ട് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഡെബിറ്റ് ബാലൻസ് ആയിരിക്കാം, ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതെങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഓപ്പണിംഗ് ബാലൻസസ് ഒന്നും തന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ആ ബാലൻസ് എഴുതണ്ട. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെൻറ്റൻസ് നോക്കുക. എക്സ് വാസ് എൻടൈറ്റിൽഡ് ടു എ സാലറി ഓഫ് ₹3,000 per annum. ഒരു വർഷത്തേക്ക് എക്സിൻ്റെ സാലറി അല്ലെങ്കിൽ പാർട്ട്ണറുടെ സാലറി എന്ന് പറയുന്നത് 3,000 ആണ്. അപ്പോൾ എക്സിൻ്റെ സാലറി നമ്മൾ കാണിക്കണം. അതെവിടെയായിരിക്കും നമ്മൾ കാണിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഫസ്റ്റ് ഐറ്റം സാലറി എന്ന് പറഞ്ഞ് കാണിക്കുക. ഫസ്റ്റ് ഐറ്റം നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ സാലറി കാണിക്കുക. എക്സ് എന്ന് പറയുന്ന പാർട്ട്ണർക്ക് മാത്രമേ സാലറി ഉള്ളൂ, അപ്പോൾ എക്സിൻ്റെ കോളത്തിൽ മാത്രം സാലറി കാണിക്കുക. എത്രയാണ്? 3,000. വൈക്ക് സാലറി ഇല്ല, അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഹൈഫൺ ഇടുക. വൈക്ക് സാലറി ഇല്ലാത്തതുകൊണ്ട് എമൗണ്ട് ഒന്നും കാണിക്കണ്ട, എക്സിൻ്റെ മാത്രം സാലറി കാണിക്കുക. അടുത്ത ഐറ്റം നോക്കാം. എക്സിൻ്റെ സാലറി നമ്മൾ കാണിച്ചു. അടുത്ത ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വാസ് ടു ബി പ്രൊവൈഡഡ് അറ്റ് 8%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ അത് നമ്മൾ 8% ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിൻ്റെ 8% ആണ്? അവരുടെ ക്യാപിറ്റൽ എത്രയാണ്? ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റൽ എത്രയാണ്? അതിൻ്റെ 8% ആണ്. എക്സിൻ്റെ 70,000 ആണ് ക്യാപിറ്റൽ, അപ്പോൾ അതിൻ്റെ 8% കാണണം. വൈയുടെ 60,000 ആണ് ക്യാപിറ്റൽ, അതിൻ്റെയും 8% കാണണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എക്സിൻ്റെ എത്രയാണ്? 70,000 ആണ് അവരുടെ ക്യാപിറ്റൽ, അതിൻ്റെ 8% എത്ര വരും? 5,600. അതുപോലെ തന്നെ വൈയുടെ എമൗണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് എന്ന് പറയുന്നത് 60,000 ആണ്, അതിൻ്റെ 8%, 8/100. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 4,800. അപ്പോൾ എക്സിൻ്റെ 5,600ഉം വൈയുടെ 4,800. ഇതാണ് അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഈ ഐറ്റം നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നെക്സ്റ്റ് ഐറ്റം കാണിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓരോ പാർട്ട്നേഴ്സിൻ്റെ എമൗണ്ട് കാണിക്കുക. എത്രയാണ്? 5,600, 4,800. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എമൗണ്ട് നമ്മൾ കാണിച്ചു. ഇനി അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിച്ചു. അടുത്ത ഐറ്റം ദി ഡ്രോയിങ്സ് ഓഫ് എക്സ് ആൻഡ് വൈ ഫോർ ദ ഇയർ എൻഡിങ് 31st December 2014 വേർ 4,000 and 3,000. ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. എക്സിൻ്റെയും വൈയുടെയും ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 4,000ഉം 3,000ഉം ആണ്. അപ്പോൾ ഡ്രോയിങ്സ് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് കാണിക്കുക. എക്സിൻ്റെ എമൗണ്ട് 4,000, വൈ 3,000. അപ്പോൾ നോക്കുക, ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഡ്രോയിങ്സ് കാണിക്കുക. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 4,000. എക്സിൻ്റെ എമൗണ്ട് 4,000, വൈയുടെ എമൗണ്ട് 3,000. അടുത്ത ഐറ്റം നമുക്ക് നോക്കാം. നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സ് ₹340, വൈ ₹270 ടു ബി ചാർജ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്? കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 340, വൈയുടെ എമൗണ്ട് 270. അപ്പോൾ അത് നമുക്ക് കറണ്ട് അക്കൗണ്ടിൽ കാണിക്കാം. കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണിക്കുക. കറണ്ട് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എമൗണ്ട് എത്രയാണ്? എക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 340, വൈയുടെ എമൗണ്ട് എത്രയാണ്? 270. അപ്പോൾ ഈ ഐറ്റം നെക്സ്റ്റ് കാണിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എക്സ് 340, വൈ 270. അടുത്ത ഐറ്റം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ പ്രൊവൈഡിങ് എക്സ് സാലറി ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വേർ ₹24,000. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ്, അതായത് സാലറി കൊടുത്തതിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതെല്ലാം കൊടുത്തതിന് ശേഷമുള്ള എമൗണ്ട്, ഇതെല്ലാം കൺസിഡർ ചെയ്ത്
ഇതിന് ശേഷമുള്ള എമൗണ്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ ഈ 24,000ൻ്റെ ആ എമൗണ്ടിനെ നമ്മൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഷെയർ ഓഫ് പ്രോഫിറ്റ്. നമുക്ക് ഉള്ള ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24,000 ആണ്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് നോക്കാം. എക്സ് 24,000 ഇൻറ്റു 2/3. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2:1. അതായത് എക്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2ഉം വൈയുടെ 1ഉം ആണ്. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന 2 ഡിവൈഡ് ബൈ 3. ഈ 3 എന്ന് പറയുന്നത് ഈ റേഷ്യോയുടെ സമ്മാണ്. ഈ റേഷ്യോയുടെ സം എടുക്കുക. 2 + 1 3. അതാണ് ഇവിടെ എക്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2/3. അപ്പോൾ 24,000 ഇൻറ്റു 2/3 നമുക്ക് കിട്ടുന്നത് 16,000 ആണ് എക്സിൻ്റെ പ്രോഫിറ്റിലുള്ള ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ വൈയുടെ എത്രയായിരിക്കും? വൈയുടെ എന്ന് പറയുന്നത് 24,000 ഇൻറ്റു 1/3. 1/3 എന്ന് പറയുന്നത് ഇവിടെ വൈയുടെ ഷെയർ എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയാണ്? 2 + 1 3. അപ്പോൾ 1/3. അപ്പോൾ വൈയുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 24,000 ഇൻറ്റു 1/3 = 8,000. ഇതാണ് അവരുടെ ഓരോ പാർട്ട്നേഴ്സിൻ്റെയും പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കറണ്ട് അക്കൗണ്ടിൽ കാണിക്കുക. കറണ്ട് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക. അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. എമൗണ്ട് 16,000ഉം 8,000ഉം. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ഐറ്റം കാണിക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓർ ഷെയർ ഓഫ് പ്രോഫിറ്റ്. എമൗണ്ട് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എമൗണ്ട് കാണിക്കുക. എക്സിൻ്റെ എമൗണ്ട് 16,000, വൈയുടെ എമൗണ്ട് 8,000. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. അതിനുശേഷം അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്ര ഐറ്റമാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ഇത്ര ഐറ്റം തന്നിട്ടുണ്ട്. ഇനി വേറെ ഐറ്റംസ് ഒന്നും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. നെക്സ്റ്റ് തന്നിരിക്കുന്നത് പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോൾ കറണ്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി വേറെ ഐറ്റംസ് ഒന്നും എഴുതാനില്ല. അപ്പോൾ ഇനി നമ്മൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സിൻ്റെ കോളം ആദ്യം ബാലൻസ് ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡ് ഫുള്ള് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഈ ഡെബിറ്റ് സൈഡ് എക്സിൻ്റെ കോളം ടോട്ടൽ ചെയ്യുക. ആദ്യം ഈ എക്സിൻ്റെ കോളമാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ആദ്യം ക്രെഡിറ്റ് സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക, ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് കാണാം. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ക്രെഡിറ്റ് സൈഡ് മൈനസ് ഈ ഡെബിറ്റ് സൈഡ്, ഈ എമൗണ്ട് ലെസ് ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ ഡെബിറ്റ് സൈഡിൽ ക്യാരി ഡൗൺ ബാലൻസ് ആയിട്ട് എഴുതുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കാണിക്കുക. എക്സിൻ്റെ എമൗണ്ട് വരുന്നത് എത്രയാണ്? 20,260. ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 20,260. അപ്പോൾ അതുപോലെ തന്നെ വൈയുടെ കോളം നമ്മൾ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 9,530. അപ്പോൾ ഇത് ബാലൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രണ്ട് കോളംസും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 24,600ഉം 12,800. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ക്യാരി ഡൗൺ ചെയ്തിരിക്കുന്ന ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. ഈ 20,260, 9,530 നെക്സ്റ്റ് ഇയറിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കുക.